ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. സംഭവ ബഹുലമായ ഒരു എൽ ക്ലാസിക്കോ മത്സരമാണ് അവസാനിച്ചിട്ടുള്ളത്. ലാമിൻ യമാലായിരുന്നു ശ്രദ്ധാകേന്ദ്രം. വലിയ വിവാദ സംഭവങ്ങളൊക്കെ അദ്ദേഹത്തെ ചുറ്റിപ്പറ്റിക്കൊണ്ട് നടന്നു എന്നുള്ളതാണ്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രമുഖ സ്പാനിഷ് മാധ്യമങ്ങളായ മുണ്ടോ ഡിപ്പോർട്ടീവോയും സ്പോർട്ടും ചില കാര്യങ്ങളൊക്കെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ബാഴ്സയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളാണ് ഇവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അതായത് യമാലിൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് പറ്റി എന്നുള്ളത് FC ബാഴ്സലോണ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു എന്നാണ് സ്പോർട്ടും മുണ്ടോ ഡിപ്പോർട്ടീവോയും ഒക്കെ ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. അത് ശരിയാക്കാനുള്ള ശ്രമങ്ങൾ അതല്ലെങ്കിൽ നടപടികൾ ഇപ്പോൾ ക്ലബ്ബ് ആരംഭിച്ചു കഴിഞ്ഞു എന്നുകൂടി ഈ കാറ്റലൻ മാധ്യമങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അവരുടെ റിപ്പോർട്ടുകളിലെ പ്രസക്ത പോയിന്റുകൾ ഇങ്ങനെയാണ്. കളത്തിന് പുറത്ത് യമാലിൻ്റെ പെരുമാറ്റത്തിൽ ബാഴ്സലോണ വളരെയധികം അസ്വസ്ഥരാണ്. അക്കാര്യത്തിൽ ബാഴ്സക്ക് ആശങ്കയുമുണ്ട്. യമാലിൻ്റെ വാക്കുകൾ പക്വത ഇല്ലായ്മയുടെ അടയാളമാണ് എന്നുള്ളത് ബാഴ്സലോണ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. എതിരാളികൾക്ക് അതൊരു എക്സ്ട്രാ മോട്ടിവേഷൻ നൽകി. യമാൽ പറഞ്ഞ കാര്യങ്ങൾ നെഗറ്റീവായിട്ടുള്ള ഒരു ഇമ്പാക്റ്റാണ് സൃഷ്ടിച്ചത്. നിലവിൽ ക്ലബ്ബും താരത്തിൻ്റെ ഏജന്റായ ജോർഹെ മെൻഡസും അദ്ദേഹത്തെ നന്നാക്കിയെടുക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതായത് താരത്തിൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളും ഇൻ്റർവ്യൂകളും ഇവർ നിരീക്ഷിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ ഇനി ഭാവിയിൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ക്ലബ്ബ് ശ്രമിക്കും. പരിക്കിൽ നിന്നും പൂർണ്ണമായി മുക്തനാവാൻ ഇപ്പോൾ യമാലിനോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഫിറ്റ്നസ് വീണ്ടെടുത്തുകൊണ്ട് കളിക്കളത്തിൽ മാത്രം ശ്രദ്ധ നൽകാനാണ് ബാഴ്സ ഇപ്പോൾ താരത്തോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇതാണ് ബാഴ്സയിലെ തന്നെ മാധ്യമങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. അതായത് യമാൽ പറഞ്ഞത് അത് തെറ്റായിപ്പോയി, അതൊരു മിസ്റ്റേക്കായിപ്പോയി. അത് എതിരാളികൾക്ക് അഥവാ റയലിൻ്റെ താരങ്ങൾക്ക് നല്ലൊരു മോട്ടിവേഷൻ നൽകി. ബാഴ്സക്ക് അതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റാണ് സൃഷ്ടിച്ചത് എന്നാണ് ക്ലബ്ബ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. ഇനിയിപ്പോൾ ഭാവിയിൽ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ കാര്യങ്ങളിൽ കൂടി ഇപ്പോൾ ഒരു കൺട്രോൾ വരുത്താനാണ് FC ബാഴ്സലോണയും അദ്ദേഹത്തിൻ്റെ ഏജന്റായ ജോർഹെ മെൻഡസും ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു മേഖല കാണാം.